ഒന്ന് കേട്ടാൽ ഒന്ന് കണ്ടാൽ എന്താണ് പ്രശ്നമെന്ന് സാധാരണ ജനങ്ങൾക്ക് തോന്നില്ലേ ശ്രീ ശങ്കുട്ടിദാസ്? നോക്കൂ, ഞാനിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാം. അത് വസന്ത് തെങ്ങുംപള്ളി പറഞ്ഞ കാര്യങ്ങളിലൊന്നും പ്രത്യേകമായിട്ട് മറുപടി ആവശ്യമുണ്ടോ എന്ന് തോന്നില്ല. പക്ഷേ ശ്രീ ജയ്ക്ക് ആദ്യം തന്നെ സ്വാതന്ത്ര്യത്തെയും മാനവികതയും ജനാധിപത്യത്തെയൊക്കെ പറ്റിയിട്ട് ഏതോ വിഖ്യാത കവിയുടെ കവിതയൊക്കെ ചൊല്ലുന്ന കേട്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. കാരണം നവകേരള യാത്ര നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേർക്ക് കരിങ്കൊടി കാണിച്ചതിന് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും കൂടിയിട്ട് കുറെ KSU പ്രവർത്തകരുടെ തലതല്ലി പൊളിച്ചത് രക്ഷാപ്രവർത്തനമാണ്. ചാനലുകൾക്ക് മുന്നിൽ വന്നിരുന്ന് പറയാൻ ഉറപ്പില്ലാതിരുന്നിരുന്ന ഒരു മുഖ്യമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ആളുകൾ ഇപ്പോഴും ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടെ തിരുത്തി എന്നതിന്റെ ആക്ഷേപം നേരിടുന്ന ആളുകൾ ഡൽഹിയിൽ നടക്കുന്ന സംഭവത്തിലൊക്കെ വലിയ മാനവികവാദികളാകുന്നത് കാണുമ്പോൾ ആനന്ദമാർഗീയ സന്യാസികൾ ബംഗാളിൽ സമരം ചെയ്തപ്പോൾ അവരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിട്ടുള്ള, മാരിജാപ്പി കൂട്ടക്കൊല നടത്തിയിട്ടുള്ള, മകനെ കൊന്നിട്ട് അവന്റെ ചോര കൊണ്ട് ചോറ് വാരിയിട്ട് അമ്മയെ തീറ്റിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ആളുകളൊക്കെ ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുന്നതൊക്കെ എനിക്ക് നല്ല കൗതുകമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത് അതൊന്നും പറയാൻ ഈ ചർച്ചയിൽ സമയമാണല്ലോ. അദ്ദേഹം പറയുന്നത് കേട്ടു, എന്താണ് BJPയുടെ ഏതൊക്കെ പ്രധാനപ്പെട്ട സംവാദത്തിൽ വന്നിട്ട് തോന്നിയ പോലെ പറയാൻ കഴിയുമോ? മകനെ കൊന്ന എവിടെ ഏത് നാട്ടിലുണ്ടായ സംഭവമാണ്? അപ്പൊ ഒരവസരം ലഭിക്കുമ്പോൾ എന്ത് തോന്നിയാസം വിളിച്ചു പറയാനുള്ള അവസരമായിട്ട് നമ്മുടെ ഒരു സംവാദത്തെ ഉപയോഗിക്കരുത്. അങ്ങേക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങേക്ക് പറയാം. അങ്ങേക്ക് ഞാൻ ആ സംവാദത്തിന്റെ റഫറൻസ് തന്നാൽ അങ്ങ് സമ്മതിക്കുമോ? ഞാൻ ഈ ചർച്ചയിൽ തന്നെ ഞാൻ ഈ വിഷയം ഒന്ന് പൂർത്തീകരിച്ചതിന് ശേഷം അതിന്റെ ഇതിലേക്ക് വരാം. അതായത് ഇപ്പൊ ഈ കാര്യത്തിൽ CBIയുടെ അന്വേഷണം, അതായത് മെയ് 12 CBI അന്വേഷണത്തിന് ഉത്തരവിടുകയുണ്ടായി. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിന്റെ ഏറ്റവും താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏതാണ്ട് 18 മുകളിൽ അറസ്റ്റ് CBI ഈ സമയത്തിനൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? കോച്ചിങ് സെന്റർ നടത്തുന്ന നെറ്റ്വർക്ക് മുതൽ ഇപ്പോൾ ശിരാരാജയ് മണ്ടോക്കർ എന്ന് പറയുന്ന ആള് മഹാരാഷ്ട്രയിലെ തന്നെ ഏറ്റവും വലിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശൃംഖലയുടെ ഒരു നേതാവായിട്ടുള്ള ആളാണ്. അയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കെമിസ്ട്രി പ്രൊഫസറായിട്ടുള്ള PV കുൽക്കർണി, ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയപ്പെടുന്ന PV കുൽക്കർണി, അയാൾ ട്രാൻസ്ലേറ്ററായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് അക്കാഡമിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ്. അതേപോലെ തന്നെ ബയോളജി പ്രൊഫസറായിട്ടുള്ള മനീഷ ഗുരന്ദർ മന്ധാര, അവര് ഒരു സബ്ജക്ട് എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ചോദ്യപേപ്പറുകൾ തയ്യാറാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ആളാണ്. ഇവരിൽ നിന്നാണ് ഒരു ഭാഗം ചോദ്യപേപ്പറുകൾ ഇവർ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞു കൊടുത്തതാണ്. ഒരു വിദ്യാർത്ഥി എഴുതി തയ്യാറാക്കുകയും അത് മറ്റ് വാട്സപ്പ് മുഖേന മറ്റു സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു കിങ് പിൻ ആയിട്ടുള്ള തേജസ് ഹർഷത് കുമാർ ഷാനി, അതേപോലെ തന്നെ ഡോക്ടർ മനോജ് ശർമ്മ തുടങ്ങി വിദ്യാഭ്യാസ മേഖലയിലെ, എഡ്യൂക്കേഷൻ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ മുതൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ശൃംഖല നിയന്ത്രിക്കുന്ന ആളുകൾ മുതൽ ഏറ്റവും താഴെത്തട്ടിൽ ഇത് വിതരണം ചെയ്ത് പൈസ മേടിച്ച ആൾക്കാർ വരെയുള്ള മുഴുവൻ ആളുകളെയും നാബ് ചെയ്യാൻ CBI ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് സാധിച്ചു. കുറ്റമറ്റ രീതിയിൽ രണ്ടാമത് നീറ്റ് എക്സാം നടത്താൻ സാധിച്ചു. ആ നീറ്റ് എക്സാമിന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും പാലിക്കാൻ സാധിച്ചു. അതിനുശേഷം അത് ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവാണ്ടിരിക്കാൻ ടെലഗ്രാം ഉൾപ്പെടെയുള്ള ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ പോലും സർക്കാർ മരവിപ്പിച്ച് നിർത്തി. അതിനുശേഷം എയർഫോഴ്സിനെ കൊണ്ട് ഓരോ കേന്ദ്രങ്ങളിലേക്ക് നേരിട്ടിട്ട് ചോദ്യപേപ്പറുകൾ എത്തിച്ചു കൊടുക്കുന്ന അത്രയും നേതൃത്വത്തിൽ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ചോർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇതാ ജൂലൈ 17 ഈ പുതിയ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ 11.5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടി. അതായത് ഒരു പ്രശ്നം സംഭവിച്ചു, ആ പ്രശ്നത്തെ അക്നോളജ് ചെയ്തു, സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് നന്നായി രണ്ടാമത് നടത്തി ആ പ്രശ്നത്തിന് കാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും മതിയാവണ്ണം ശിക്ഷിച്ചു. ഈ കാര്യം ഇതല്ലാതെ ഈ കാര്യത്തിൽ എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞു, ഈ പറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രാജിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ പ്രസ്ഥാനം തന്നെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു. അല്ലല്ലോ, CJP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായ സമയത്ത് ധർമ്മേന്ദ്ര പ്രധാൻ നിങ്ങളുടെ ടാർഗറ്റ് ആയിരുന്നില്ലല്ലോ. CJP ഉണ്ടായത് എങ്ങനെയായിരുന്നു? ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് മിശ്ര നിയമ പ്രൊഫഷനിൽ, ലീഗൽ പ്രൊഫഷനിൽ വ്യാജ ഡിഗ്രികളും വ്യാജ സർട്ടിഫിക്കറ്റുകളും ഉണ്ടാക്കിയിട്ട് എൻറോൾമെന്റ് നേടുന്ന ആളുകൾക്കെതിരെ പറഞ്ഞിട്ടുള്ള കോക്രോച്ചസ് എന്ന പരാമർശത്തെ വളച്ചൊടിച്ചുകൊണ്ട് അത് ഈ രാജ്യത്തെ യുവാക്കളെ മുഴുവൻ ആക്ഷേപിക്കുന്നതാണെന്ന് വ്യാജ പ്രചരണം നടത്തി. അതിന്റെ പേരിലല്ലേ ഈ പറയുന്ന CJP ഉണ്ടായത്. എന്നിട്ട് നിങ്ങൾക്ക് ചീഫ് ജസ്റ്റിസിനെതിരെ യാതൊരു ആക്ഷേപമില്ല, ഈ പറയുന്ന വ്യാജ ഡിഗ്രികൾ ഉണ്ടാക്കുന്നതിനെതിരെ ആളുകൾക്കും ആക്ഷേപമില്ല. ആദ്യം നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ചേരാനുള്ള യോഗ്യതയായിട്ട് 4 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. 1 മടിയന്മാരായിരിക്കണം, 2 അൺഎംപ്ലോയിഡ് ആയിരിക്കണം, 3 ക്രോണിക്കലി ഓൺലൈൻ ആയിരിക്കണം, ഓരോ ദിവസവും 16 മണിക്കൂറെങ്കിലും ഓൺലൈനിൽ ഇരിക്കുന്ന ആളുകളായിരിക്കണം, മറ്റ് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആളുകളായിരിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനം പിന്നീട് ക്രമേണ ആളുകൾ കൂടി 15 മില്യണോളം ആളുകളായിട്ട് ഇത് BJPയെ മറികടന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നപ്പോൾ ഇനി ഈ സംഗതി എങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ചിന്തയുടെ ഉൽപ്പന്നമായിട്ടല്ലേ ജനുവരി ആയപ്പോഴേക്കും ഇത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരമായത്. ജനുവരി 20 മാത്രമല്ലേ നിങ്ങൾ ഈ പറയുന്ന നിരാഹാര സമരം തുടങ്ങിയിട്ടുള്ളത്. ധർമ്മേന്ദ്ര പ്രധാൻ നിങ്ങൾ പിന്നീട്
നിശ്ചയിച്ചിട്ടുള്ള ഒരു ടാർഗറ്റ് മാത്രമാണ്. ഇനി ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ BJP തകർക്കുകയാണെന്നൊക്കെ ഇവിടുത്തെ പ്രതിനിധി പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും സജീവവും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള സർക്കാർ ഏതാണ്? അതായത് 2014 വരെ ഈ രാജ്യത്തിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ബജറ്റ് എന്ന് പറയുന്നത് കേവലം 71,000 കോടി രൂപ മാത്രമായിരുന്നു. 2026 നമ്മൾ സംസാരിക്കുമ്പോൾ 1,39,289 കോടിയാണ് ഈ രാജ്യത്തെ ബജറ്റിലെ എഡ്യൂക്കേഷൻ സെക്ടറിന് വേണ്ടിയിട്ടുള്ള അലോക്കേഷൻ. അതായത് ഏതാണ്ട് ഇരട്ടിയായിട്ട് വർദ്ധിച്ചു ഓരോ മേഖലയിലേക്കും. സ്കൂൾ വിദ്യാഭ്യാസത്തിന് 83,562 കോടിയും ഹയർ എഡ്യൂക്കേഷന് വേണ്ടി 55,727 കോടിയും. നിങ്ങൾ സ്ഥാപനങ്ങളുടെ കാര്യം നോക്കൂ. 14 ലക്ഷം സ്കൂളുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 15 ലക്ഷം സ്കൂളുകളായി. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 51,534 ഉണ്ടായിരുന്നിടത്ത് നിന്ന് 70,118 18,500 എണ്ണത്തിന്റെ വർധനവാ. നോക്കൂ, വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ദൗർഭാഗ്യകരമാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടുള്ളതായിരുന്നില്ല. പക്ഷെ നമ്മൾ അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആത്മഹത്യ പോലെയുള്ള മാർഗ്ഗങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ അവലംബിക്കുന്നത് വളരെ ദുഃഖകരമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും അതല്ല ശരിയായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ. ഈ പറയുന്ന സിസ്റ്റത്തിനെ കൊണ്ട് തന്നെ അത്തരം തെറ്റുകൾ തിരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതാണ് ശരിയായിട്ടുള്ള മാതൃക എന്ന ധാരണ അവരിലേക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രവർത്തകർക്കും തെറ്റായ വാചകമാണ് തോന്നുന്നു ശ്രീ ശങ്കുദാസ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. താങ്കൾ പറഞ്ഞു ഈ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യണം, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ തെരുവിൽ നിൽക്കുന്നത്. എന്ത് സംഭവിക്കുന്നു? ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നേ. പിന്നെ എങ്ങനെ കറക്റ്റ് ചെയ്യും? എണ്ണത്തെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടും ആ വിദ്യാർത്ഥികളുടെ എണ്ണത്തെ എടുത്തുകൊണ്ടും അതിനൊരു രാഷ്ട്രീയ ആയുധമായിട്ട് കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കാമെന്ന് പറയുന്ന പ്രവണത ശരിയായിട്ടുള്ള രീതിയല്ല. ആ സംഭവിച്ച ദൗർഭാഗ്യകരമായിട്ടുള്ള കാരണം അത് ആരും ഇന്റന്റ് ചെയ്തിട്ടുള്ളതല്ല. അങ്ങനെ സംഭവിക്കണമെന്ന് ആരും ഉദ്ദേശിച്ചിരുന്നതല്ല. ഈ പറയുന്ന ചോദ്യപേപ്പർ ചോർച്ച വളരെ ദൗർഭാഗ്യമായിട്ട് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതിനെതിരെ കേന്ദ്ര സർക്കാരിന് എടുക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും എടുത്തു കഴിഞ്ഞു. ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഈ പറയുന്ന പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ഞാൻ ഈ കണക്കുകൾ മുഴുവൻ വായിച്ചിട്ടില്ല. വേണമെങ്കിൽ എനിക്ക് ഇനിയും പറയാൻ സാധിക്കും. IIT-കളുടെ എണ്ണം 16-ൽ നിന്ന് 23,000, IIM-കളുടെ എണ്ണം 13-ൽ നിന്ന് 21,000. ഞാൻ മുഴുവനാക്കട്ടെ ശ്രീമതി ആര്യ, നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ഇല്ല, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് ഇദ്ദേഹം പറഞ്ഞതിന് ജെയ്ക് സി തോമസ് പറഞ്ഞതിന് ഒരു ഉത്തരം കൂടി പറയാനുണ്ട്. അദ്ദേഹം എന്നോട് റെഫറൻസ് ചോദിക്കുകയുണ്ടായല്ലോ. അങ്ങ് ചോദിച്ചത് കേൾക്കുന്നുണ്ടോ? എനിക്ക് ആ റെഫറൻസ് എനിക്ക് മനസ്സിലായി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ആ റെഫറൻസ് പറയാൻ താങ്കൾക്ക് ഞാൻ സമയവും അനുവദിക്കും. ആ റെഫറൻസ് പറയാൻ ഞാൻ ജെയ്ക് സി തോമസ് ഞാൻ പറഞ്ഞത് സൈൻബാരി കൂട്ടക്കൊലയാണ്. ഒറ്റ മിനിറ്റ് മതി എനിക്ക്. ഞാൻ പറഞ്ഞത് സൈൻബാരി കൂട്ടക്കൊലയാണ്. 1970 മാർച്ച് 17 ബംഗാളിലെ ബുർദ്വാനിൽ നടന്നിട്ടുള്ള സെയിൻ ഫാമിലി മാസക്കർ എന്ന് പറയുന്ന സൈൻബാരി കൂട്ടക്കൊല. അവിടെ മക്കളായിട്ടുള്ള പ്രണബ് സെയിൻ, മൊളൈ സെയിൻ, ജിതൻ റേ എന്നിവരെ കൊലപ്പെടുത്തുകയും അവരുടെ ചോര അവരുടെ അമ്മയായിട്ടുള്ള മൃഗാനിയാനി ദേവിയെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സംഭവം ഡോക്യുമെന്റഡ് ആണ്. അങ്ങെടുത്ത് വായിച്ചാൽ മതി. സൈൻബാരി മാസക്കർ. നോക്കൂ, എനിക്ക് ധിക്കാരമാണ്, ധാർഷ്ട്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര ഇന്ത്യ വിരുദ്ധതയോട് കൂടിയിട്ടാണ്, എത്ര പരമപുച്ഛത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഭാരതത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതെന്ന് കാഴ്ചക്കാർ കേട്ടാൽ മതി. നിങ്ങൾ സ്റ്റാൻ സ്വാമിയെ പറ്റി പറഞ്ഞത് തന്നെ തെറ്റല്ലേ? സ്റ്റാൻ സ്വാമിയെ ആശുപത്രിയിലാക്കാൻ മഹാരാഷ്ട്ര കോടതി പറഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രീം ബെയിൽ തന്നില്ലെങ്കിൽ ചികിത്സ വേണ്ടെന്ന് സ്വയം നിഷേധിച്ച സ്റ്റാൻ സ്വാമി അല്ലേ? അതിനുശേഷം കോടതി നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് കൊറോണ ബാധിക്കുകയും ചെയ്തിട്ടില്ലേ? വെന്റിലേറ്റർ വെച്ച് മരിച്ചത്. അതല്ലാതെ അദ്ദേഹത്തിന് സ്ട്രോക്ക് എടുക്കാണ്ടാണോ മരിച്ചത്? പറഞ്ഞു സർക്കാരാണ് ജാമ്യത്തെ എതിർക്കുന്നത്. സർക്കാരാണ് നിഷേധിക്കുന്നത്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയാണ് 18 May 2021 വീഡിയോ കോൺഫറൻസിംഗ്. The court asked the Swami refused to be admitted to either JJ hospital or any other hospital and requested only interim bail so that he could go to his home in Ranchi. അതായത് ഇൻട്രീം ബെയിൽ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ആശുപത്രിയിലേക്ക് ആക്കാന്ന് പറയുമ്പോൾ സ്വാമി പറഞ്ഞു പറ്റില്ല, എനിക്ക് ഇൻട്രീം ബെയിൽ വേണം, എനിക്ക് റാഞ്ചിയിലെ വീട്ടിൽ പോയിട്ടേ ഞാൻ ചികിത്സിക്കുള്ളൂ, അല്ലാണ്ട് ആശുപത്രിയിൽ പോയി. കോടതി എന്താ ചെയ്യേണ്ടത്?